ഈ വട്ടം ഞാൻ ഹനാബി ആയിട്ടാണ് കളിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് പിക്കായിട്ട് എനിമി ടീം വന്നിട്ട് മെലിസ. നിങ്ങൾക്ക് അറിയുമായിരിക്കും ഹനാബിയുടെ കൗണ്ടറാണ് മെലിസ. അപ്പം ഞാനിവിടെ വാരിയഡ് ബൂട്ട്സ് ആണ് വാങ്ങുന്നത്. കാരണം ഹനാബിക്ക് ഓൾറെഡി അറ്റാക്ക് സ്പീഡ് കൂടുതലുണ്ട്. പിന്നെ ഞാനിവിടെ ഓൾറെഡി ഇൻസ്പയറും വെച്ചിട്ടുണ്ട്. എനിമി മെലിസ ഓപ്പോസിറ്റ് വന്നിട്ട് മാർക്സ്മാൻ എംബ്ലം ആണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഫൈറ്റർ എംബ്ലം ആണ് വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് കൂടുതൽ ലൈഫ് സ്റ്റൈൽ കിട്ടും. നിങ്ങളൊരു ഹനാബി പ്ലെയർ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇതുപോലെ ഇവിടെ നിന്നിട്ട് സെക്കൻഡ് സ്കില്ല് യൂസ് ചെയ്തിട്ട് മിനിയൻസിനെ അറ്റാക്ക് ചെയ്യണം. ഹനാബി ആയതുകൊണ്ട് തന്നെ എനിമീസ് നമുക്ക് കുറേ പോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ആകെയുള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ മെലിസ നമ്മുടെ കൗണ്ടറാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കളിക്കണം. മെലിസ നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ ഹനാബിക്ക് ഒരിക്കലും ഫാം ചെയ്യാൻ പറ്റില്ല. പിന്നെ ടററ്റിൽ തന്നെ വന്ന് കളിക്കേണ്ടി വരും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഈ മെലിസ അത്രയ്ക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാനിവിടെ ഫൈറ്റർ എംബ്ലമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിഫൻസ് പോയിന്റ് ഉണ്ട്. കണ്ടോളൂ പുഷ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ ഫൈറ്റ് എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ആക്ച്വലി അവൾക്ക് ഇവിടെ എന്നെ കൊല്ലാൻ പറ്റുമായിരുന്നു. പക്ഷെ അവൾ സ്കില്ല് യൂസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു മിസ്റ്റേക്കാണെന്ന് തോന്നുന്നത്. എന്തോ ഭാഗ്യത്തിന് കൊന്നില്ല. നിങ്ങളൊരു മെലിസ മെയിൻ ആണെങ്കിൽ അവൾക്ക് എന്തുകൊണ്ട് എന്നെ കൊല്ലാൻ പറ്റിയില്ല എന്ന് താഴെ കമൻറ്റ് ചെയ്യാവോ? ദേ മിനിയൻസ് വരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഇതുപോലെ ഫോക്ക്. ഹനാബിയുടെ സെക്കൻഡ് സ്കില്ല് എനിമീനെ നന്നായി സ്ലോ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് മിസ് ആവാതെ മാക്സിമം നോക്കും. ഓപ്പോസിറ്റ് മെലിസ റീകോൾ അടിച്ചിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് എപ്പോഴേക്കും ടർട്ട് വേഗം അറ്റാക്ക് ചെയ്യാം. അയ്യോ നമ്മുടെ ക്രാബ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാം. മാച്ച് സ്റ്റാർട്ട് ചെയ്ത 5 മിനിറ്റ് വരെയും ഫസ്റ്റ് ടറക്റ്റിന് ഷീൽഡ് ഉണ്ടാവും. ഈ ഷീൽഡിൻ്റെ സമയത്ത് നമ്മൾ ആ ടറക്റ്റിന് അടിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഗോൾഡ് കിട്ടിക്കൊണ്ടിരിക്കും. സോ നിങ്ങളൊരു മാർക്സ്മാൻ ആണെങ്കിൽ ഈ ചാൻസ് മാക്സിമം ഗോൾഡ് ഫാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഇത് കണ്ടോ, നമ്മളുടെ ഓരോ ബേസിക് അറ്റാക്ക് ടറക്റ്റിനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഗോൾഡ് കിട്ടും. ഇത് മെലിസയുടെ മിസ്റ്റേക്കാണ്. മെലിസ വിചാരിച്ചു ഞങ്ങളുടെ ടീമിലെ മേജ് പോയെന്ന്. അതുകൊണ്ടാണ് അവൾ പുഷ് ചെയ്യാൻ വന്നത്. നിങ്ങളൊരു ആണെങ്കിൽ മാക്സിമം മാപ്പ് അവെയർ ആയിട്ടിരിക്കുക. ഇപ്പം കണ്ടോ, അവളുടെ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് കുറേ ഫാം ചെയ്യാൻ പറ്റുന്നുണ്ട്. എഗെയിൻ സെയിം തിങ്. ഹനാബി ആണെങ്കിൽ മിനിയൻസ് ഇവിടെ എത്താൻ നിൽക്കരുത്, അതിന് മുന്നേ അടിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, എൻ്റെ 2 സ്കില്ലും മിസ്സായില്ല. അതുപോലെ തന്നെ എനിമീസിനെ പോക്ക് ചെയ്ത് കളിക്കണം. എല്ലാവരും പറയും ഹനാബി ഡാർക്ക് സിസ്റ്റം ആണെന്നൊക്കെ. അത് കളിക്കുന്ന പ്ലെയറിൻ്റെ കുഴപ്പമായിരിക്കും. ഇതേ മെലിസ വീണ്ടും പുലിനകത്ത് പോകുന്നത് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇവിടെ അവൾ ചെയ്ത മിസ്റ്റേക്ക് കാരണം അവൾക്ക് ടർക്കിൻ്റെ അടി കിട്ടി. അത് അവളെ കൊല്ല ഈസിയാക്കി. പ്രിസൈസ് ആയിട്ട് സ്കില്ല് യൂസ് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ മാക്സിമം പുഷ് ചെയ്യരുത്. മാർക്സ്മാൻ ആയിരിക്കുമ്പോൾ കിൽസിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾക്ക് ഫാമിംഗ് ആണ്. സോ മാക്സിമം കണ്ണിൽ കാണുന്നതെല്ലാം ഫാം ചെയ്യാം. എഗെയിൻ അവളുടെ സ്കിൽ കോംബോ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അവൾക്ക് എന്നെ കില്ല് ചെയ്യാനേ പറ്റുന്നില്ല. കണ്ടോ, ഇതുകൊണ്ടാണ് ഞാൻ ഇൻസ്പയർ വെച്ചിട്ടുള്ളത്.
പിന്നെയും പുഷ് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഞാൻ മാർക്സ്മാൻ ഹനാബി അല്ല, ഫൈറ്റർ ഹനാബി. അവളേക്കാൾ കൂടുതൽ എന്തായാലും ഫാം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അടുത്ത ലൈനിലെ ടറക്ട്സ് നമുക്ക് പുഷ് ചെയ്യാൻ പോവാം. എന്താണെന്നറിയില്ല, അവരുടെ ടാങ്കോ ഞങ്ങളുടെ ടാങ്കോ ഗോൾഡ് ലൈനിൽ ഇൻ്റർഫിയർ വന്നിട്ടില്ല. But dangerous. Impressive! 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 Unstoppable! Impressive! Double kill! Triple kill! Just let go! അവരുടെ ടീമിന് നേരെ കോർഡിനേഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മളുടെ ടീമിന് അപ്പർ ഹാൻഡ് കിട്ടാൻ കാരണം. Triple kill! ഒരു മേനിയാക് മിസ്സായി. അങ്ങനെ സക്സസ്ഫുള്ളി സെക്കൻഡ് ലൈനും നമ്മളെ ഇൻവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി EXP ലൈനിലേക്ക് പോകുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം എനിക്ക് ഇവിടെ പുഷ് ചെയ്യുന്നതാണ്. Higambana knows what I deserve. Legendary! Legendary! Rock. Double kill! Down! Legendary! Impressive! Team destroyed a turret! Legendary! ഇപ്പൊ തന്നെ ഉണ്ടാവുന്ന തോന്നുന്നു. കണ്ടോ, മെലിസ നേരെ കളിക്കാത്തതുകൊണ്ട് അവൾ ലെവൽ 8ഉം ഞാൻ ലെവൽ 11ഉം ആണ്. Impressive! Request backup! Impressive! Legendary! Double kill! Triple kill! So soon. Dazzling, but ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് വരും. Double kill! Shut down! 今夜は月が綺麗ね。Turret has been destroyed. കണ്ടോ, ഹനാബി വളരെ സ്ട്രോങ് ആണ്. Slain an enemy. ഈ ഹനാബിനെയാണ് ആളുകൾ ഡാർക്ക് സിസ്റ്റം എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. Slain. Double kill. ഓലസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹീറോ ആണ്. അതുകൊണ്ട് ഓലസിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാമെന്നുള്ള കാര്യം എനിക്കറിയാം. Blade. നിങ്ങൾ ഓലസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ഗെയിം വരെ നല്ലോണം ഫാം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അടികൊണ്ട് ഡെഡ് ആവേണ്ടി വരും. Higambana. 私に加護を。 Killing spree. That's all you can do. Double
Higambana knows what I deserve. Triple kill. Maniac. That was amazing! Shut down. ആ കളി തീർന്നു. Victory! കഴിഞ്ഞ കളി ഒരു മോശം ടീമിൻ്റെ കൂടെയായിരുന്നു. ഞാൻ ലെജൻഡ് റാങ്കിൽ നിന്ന് ഇറങ്ങും വിചാരിച്ച് നിൽക്കുമായിരുന്നു. ഭാഗ്യത്തിന് ഇറങ്ങിയില്ല, ഒരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മാച്ച് സ്റ്റാറ്റ്സ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.